ഇതൊരു കാസിയോയുടെ വാച്ചാണ്. ഞാൻ നോക്കിയപ്പോ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോ നമുക്ക് ഇതിന്റെ ബാറ്ററി മാറ്റി നോക്കിയാലോ? അത് തന്നെയാണോ കാരണം എന്ന് അറിയില്ല. അങ്ങനെ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് ടൂൾസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇതിനാവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾ എന്ന് പറയുന്നത് ട്യൂസർ, ബാക്ക് ഓപ്പണർ, ബാറ്ററി ടെസ്റ്റർ. ഇത് വാച്ച് തുറന്നു കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പോൾ നമുക്ക് വാച്ച് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് കമ്പനിക്കാരിതാ ഈ ഒരു വട്ടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട്. നമ്മൾ എന്തിനാണ് അത് വെക്കുന്നത്? കമ്പനിക്കാർ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയ പ്രൊജക്ഷൻ വെക്കുന്നത്. അപ്പൊ ഈ ഓപ്പണർ ഉപയോഗിച്ചിട്ട് നമുക്ക് ജസ്റ്റ് പൊക്കിയെടുക്കാം. അപ്പൊ ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന വശം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അവിടെ വെച്ചിട്ട് ഞാനിത് പൊക്കി വെച്ച് ഇത് ഓപ്പണർ വെച്ചിട്ട് തള്ളിയെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ വാച്ചിന്റെ ബാക്ക് ഓപ്പൺ ചെയ്തു. ഈ മെഷീൻ ഷെയ്ക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് വാഷറാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് പതുക്കെ ഊരിയെടുക്കണം. അപ്പൊ നമ്മൾ ഈ വാഷർ ഊരിയെടുക്കുകയാണ്. ഈ വാച്ച് അപ്പം നമ്മൾ ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കാസിയോയുടെ ഒറിജിനൽ അല്ല. ഈ വാച്ച് മൂവ്മെന്റിന്റെ പേരാണ് 2030. 35 വർഷത്തിലധികമായിട്ട് ഇപ്പോ വാച്ചുകളിൽ ഉപയോഗിക്കുന്ന ഒരു സൂപ്പർ മെഷീൻ ആണ് ഈ 2030 എന്ന് പറയുന്നത്. പക്ഷെ ഇത് കാസിയോയുടെ ഒറിജിനൽ അല്ല, സിറ്റിസൺ കമ്പനിയുടെ ഇറക്കുമതിയാണ്. ഞാൻ നിങ്ങൾക്ക് അത് വെറുതെ പറഞ്ഞു തന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഈ ഫീഡ് കാറിന്റെ എഞ്ചിൻ സുസുക്കി കമ്പനി ഉപയോഗിക്കുന്നത് പോലെ. നമുക്ക് ഇനി ഈ ബാറ്ററി ഒന്ന് മാറി നോക്കിയാലോ. ഈ കാണുന്നതാണ് വാച്ചിന്റെ ബാറ്ററി. ഈ ബാറ്ററി ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ലോക്ക് ഉണ്ട്. ഈ ലോക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. ഇവിടെ ഒരു ഹോള് കാണാൻ പറ്റും. ഈ ഹോളിലേക്ക് ട്യൂസർ വെച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ബാറ്ററി മുകളിലേക്ക് പൊങ്ങി വരും. ഈ ബാറ്ററി എടുക്കുന്നതിന് ഒരു രീതിയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് പ്ലസും മൈനസും അതായത് കൂട്ടിമുട്ടരുത്, അല്ലെങ്കിൽ ബാറ്ററിക്ക് കംപ്ലൈന്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഇതിന്റെ മൈനസും, ഇത് പ്ലസും. നമ്മൾ ട്യൂസർ ഉപയോഗിച്ചെടുക്കുമ്പോൾ പ്ലസും മൈനസും കൂട്ടിമുട്ടാൻ പാടില്ല, കാരണം ബാറ്ററി അടിച്ചു പോകും. ഇപ്പൊ ഞാൻ നിങ്ങളെ കാണിച്ച ഒരു എക്സാമ്പിൾ ആയിട്ട് ഇതൊരു പഴയ ബാറ്ററിയാണ്. ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. ഇത് എടുക്കാൻ ഒരു രീതിയുണ്ട്. അതായത് പുതിയത് ഇതുപോലെ വേണം എടുക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഈ മെഷീനിലേക്ക് ഒരു പുതിയ ബാറ്ററി നമുക്ക് ഇട്ട് നോക്കാം. ഈ ബാറ്ററി അഴിച്ചെടുക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണോ അത് അകത്തിയെടുത്തത് അതുപോലെ തന്നെ ആ ലോക്ക് ബാക്കിലേക്ക് അകത്തിയെടുക്കുക. നമ്മളിപ്പോ ബാറ്ററി ഇട്ട് കഴിഞ്ഞു. ഇനി വാച്ച് നടക്കണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോ നമ്മുടെ വാച്ച് ഓടുന്നുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്കത് അടച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ അടച്ചിക്കുകയാണ്. ആദ്യം നമ്മൾ എടുത്ത പോലെ തന്നെ പതുക്കെ ആദ്യം വാഷർ വെച്ച് കൊടുക്കുക. അപ്പൊ ഞാൻ വാച്ച് അടയ്ക്കാൻ പോവാണ്. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഈ കട്ടിങ് നിങ്ങൾ കണ്ടില്ലേ? ഈ കട്ടിങ് നമ്മുടെ ഈ കീ ബട്ടന്റെ നേരെ, അതായത് വാച്ചിന്റെ ഈ കീ ബട്ടന്റെ നേരെ വെച്ചിട്ട് വേണം അടയ്ക്കാനായിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇത് കംപ്ലൈന്റ് ആയി പോകും. അങ്ങനെ ഈ അടപ്പും വെച്ച് അടച്ചു കൊടുക്കുക. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രോപ്പർ ആയിട്ട് അടയ്ക്കണമെങ്കിൽ അതിനുപയോഗിക്കാനാണ് ഈ ടൂള്. അപ്പോ അതിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുക. ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വാച്ച് നന്നായിട്ട് ഓടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.